AI ക്യാമറ അഴിമതി ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും തിരിച്ചടി. ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഇരുവരും സമർപ്പിച്ച ഹർജികൾ തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ്. വിഷ്ണു സുരേഷാണ് ചേരുന്നത്. അല്പസമയത്തിനകം വിഷ്ണു സുരേഷ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. മതിയായ തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, സംസ്ഥാനത്തെ സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച AI ക്യാമറ അതിൽ വലിയ രീതിയിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാവ്, പിന്നാലെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നായിരുന്നു ഇരുവരുടെയും ആവശ്യം. അതിൽ പ്രധാനപ്പെട്ട ഈ കരാർ നൽകുന്ന ഘട്ടത്തിൽ ഈ ചട്ടങ്ങൾ പാലിച്ചിട്ടില്ല, ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയത് സർക്കാരിന് താല്പര്യമുള്ള ആളുകൾക്ക് ടെൻഡർ നൽകി തുടങ്ങിയ ആക്ഷേപങ്ങളാണ് ഹർജിക്കാർ കോടതിയിൽ ഉന്നയിച്ചത്. ഏകദേശം 2 വർഷത്തോളം ഇതിന്റെ വാദം നടന്നു. 2023 പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. പക്ഷേ ഹർജിക്കാർ ഇത്തരത്തിൽ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. ആ പശ്ചാത്തലത്തിലാണ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. വിധിയുടെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ പുറത്തുവരും. പ്രതിപക്ഷ നേതാവിനും അതോടൊപ്പം രമേശ് ചെന്നിത്തലയ്ക്കും തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ ആരോപണം വലിയ ശക്തമായി തന്നെ സർക്കാരിനെതിരെ ഉന്നയിച്ചുകൊണ്ട് വന്നതാണ്. പല പ്രതിഷേധങ്ങളും ഒക്കെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നൊക്കെ പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷേ അത് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ ഇരുവർക്കുമായില്ല. ആ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഈ ഹർജി തള്ളിയിരിക്കുന്നത്. ഉന്മേഷം, ശരി, ഇടവേളയിലേക്കാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പുറത്തുവരുന്നതേ ഉള്ളൂ. കോടതി വിധിയുടെ വിശദാംശങ്ങൾ പുറത്തുവരുന്നതേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.